ഹായ് ഹലോ ഇറ്റ്സ് ഐബഡി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രവാസിന്റെ 5.0 2026 എക്സിബിഷൻ നടക്കുന്നത്. വേൾഡ് എക്സിബിഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് നമ്മൾ പാതി പോലും വീഡിയോയിൽ എടുക്കാൻ ഉള്ള സമയം കിട്ടില്ല. ഭയങ്കര തിരക്കാണ്, ബഹളമായത്. രണ്ടാമത്തെ ദിവസം നമ്മൾ വീഡിയോ തുടങ്ങുന്നതെന്ന് വെച്ചാൽ വോളോ ഇരിക്കുന്ന ഹാളിലോട്ടാണ് ആദ്യം തന്നെ. ഇന്ന് വോളുവാണ് ഇനി കാണേണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് വോളോ കാണാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. എന്തായാലും നമുക്ക് ഇന്ന് ബാക്കി അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് അറിയാം. ഇതാണ് എൻട്രി പോയിന്റ്. ഇവിടെ ഒരു ഇന്ന് പുതിയതായിട്ട് കൊണ്ടുവന്ന് വെച്ചാല് ഇന്നലെ ഇന്ന് പുതിയതായിട്ട് വെച്ചതാണ്. അപ്പൊ ഇത് മാത്രമേ ഇന്നലെ ഉണ്ടായിരുന്നത്. വെൽക്കം പ്രവാസ് 5.0 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെയാണ് എൻട്രി പോയിന്റ്. നമുക്ക് നേരെ ഹാളിലോട്ട് പോകാം. 12ാമത്തെ ഇന്നലെ 11 കയറണം. 11 വോൾവേ ഉള്ളത്. നമ്മൾ മെയിൻ ആയിട്ട് കാണാൻ വന്ന സാധനം താഴെ കിടക്കുന്നത് വോൾവോ 9600. അപ്പൊ SLX എന്ന് പറഞ്ഞ ഇതാണ്. ഓക്കെ, വെർഷനാണ്. അപ്പൊ ഇനി നിരത്തിൽ ഇറങ്ങാൻ പോണ മോഡൽ ഇതാണ്. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടല്ലേ, നമ്മള് മാറ്റമുണ്ട്. SLX നേരത്തെ വന്നുകൊണ്ടിരുന്നത് ആനക്ക് കൊമ്പുള്ള പോലെ, ഓൾവൊക്കെ കൊമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, ഇത് കൊമ്പില്ല. ഈ കൊമ്പില്ലാത്ത നമുക്ക് ഇനി അത് ചെയ്യാൻ പറ്റത്തില്ലേ? ചെയ്യാം, എക്സ്ട്രാ ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ ഈ കൊമ്പില്ലാത്ത നമുക്ക് കാണുമ്പോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ള പോലെ. കേരളക്കാർക്ക് ആന അത്ര പ്രിയപ്പെട്ടതുപോലെ വാനും പ്രിയപ്പെട്ടതാണ്. ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ മുകളിലൊക്കെ 2 ക്യാമറ ഒക്കെ ഉണ്ട്. അത് ഫ്രണ്ട് വ്യൂ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 360 ആണ്. 360 റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ക്യാമറ കൊടുത്തിട്ടുണ്ട്. നേരത്തെ കൊമ്പിലായിരുന്നു, മിററിലായിരുന്നു. മിറർലെസ് ആണ് ഇത്. ഈ മിററോ അങ്ങനെ എന്താണ് പറയുന്നത്? അതെ. നേരത്തെ നമ്മള് കൊമ്പിലുള്ള മിറർ കണ്ടിരുന്നെങ്കിൽ ഇപ്പോ നേരെ ക്യാമറയിലാണ്. ആ ക്യാമറക്ക് ഡിസ്പ്ലേ ആയിട്ട് ഡ്രൈവർ റൈറ്റ് സൈഡില്, അതേപോലെ ഡ്രൈവർ ലെഫ്റ്റ് സൈഡില് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് മിറർ വരത്തില്ല. മിറർ അകത്താണ് വരുന്നത്. അത് ക്യാമറ മിററാണ്. മിറർ എന്നാണ് പറയുന്നത്, കേൾക്കുന്നത്. കൂടുതൽ കറക്റ്റ് ആയിട്ടുള്ള പേര് അറിയത്തില്ല. അകത്ത് മോണിറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ 96 നേരത്തെ ഇറങ്ങിയ ഇതിലുള്ള ഹെഡ്ലൈറ്റിൽ തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. 9600 വന്ന മോഡലുള്ള ഹെഡ്ലൈറ്റ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കൊമ്പിന്റെ ഒരു മാറ്റം മാത്രമേ ഇതില് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ പെർഫോമൻസിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇത് റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാലേ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോ ഇത്രത്തോളമാണ്. മൾട്ടി ആക്സിലാണ്. ഇത് മൾട്ടിയാണ്. ഇത് 15 മീറ്റർ ആണ് അതെ ലെങ്ത് വരുന്നത്. അതേപോലെ തന്നെ സ്പേസ് ഇച്ചിരി കുറവായിട്ടാണ് തോന്നുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് 9400 നമ്മൾ ചെയ്തിരുന്നത് സ്പേസ് നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അതെ, കുറവായിട്ടുണ്ട്. നല്ല അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ട്. പ്ലാറ്റ്ഫോം ഓക്കെയാണ്. പ്ലാറ്റ്ഫോം ഇത്രത്തോളം ഉണ്ടായിരുന്നു. 3-4 ഡിക്കി നമുക്ക് ഒരുമിച്ച് എമർജൻസി എക്സിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സ്റ്റെപ്പിന്റെ ഇതായിരിക്കും അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ബാത്റൂം ഇൻബിൽറ്റ് ഉണ്ട്. ബാത്റൂം ഇൻബിൽറ്റ് ഉണ്ടായതുകൊണ്ടാണ്. അതെ, അതുകൊണ്ടാണ് ഇത്രയും സ്പേസ് കുറവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ 9400 ചെയ്തിട്ടുള്ളത് സൈഡില് നേരത്തെ പറഞ്ഞ സ്റ്റാർ സിറ്റിന്റെ അതേ മോഡൽ ഇത് കണ്ടോ, സൈഡിലോട്ട് പൊട്ടുന്ന. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇതും കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് അടയ്ക്കാൻ പറ്റും. അതേപോലെ സ്പേസ് കുറവാണ്. സ്പേസ് വലുതായിട്ട് സ്പേസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ഒരു ഡിക്കി സ്പേസും ഡിസ്കിയുടെ ഓപ്പണിങ്ങും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എമർജൻസി എക്സിറ്റ് സൈഡിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് സീറ്റും കാര്യങ്ങളൊന്നും വരത്തില്ല. സ്റ്റെപ്പായിട്ട് ഞാൻ ഇട്ടേക്കുന്നത് അല്ലേ? ഇവിടെയാണ് ഈ റൈറ്റ് സൈഡിലെ എമർജൻസി ഡോർ വരുന്നത്. ഇവിടെയാണ്. വേറെ വീലും കാര്യങ്ങളൊക്കെ പറയേണ്ട ആവശ്യമില്ല. സാധാരണ പോലെ ഉള്ള വീൽ ബേസും കാര്യങ്ങളൊക്കെ ടയറാണ് വരുന്നത്. V8R ആണ്. 8R ഈ വണ്ടി വന്നിട്ടുള്ളത്. ഭയങ്കര അതിമനോഹരമായ ഡിസൈൻ ഒന്നും ചെയ്തിട്ടില്ല. നീറ്റായിട്ട് എക്സിക്യൂട്ടീവ് ലെവൽ ചെയ്തിട്ടുണ്ട്. ഈ 96 വന്ന മോഡലാണ് ഈ ഒരു വെർഷൻ. നമ്മൾ നേരത്തെ കണ്ടത് 9400 ആണ്. നമ്മൾ നേരത്തെ ചൈത്രത്തിന്റെ വണ്ടി ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ വരുന്ന മോഡലാണ്. അത് SLX വേരിയന്റിലാണ്. 9600 SLX മോഡലാണ് ഇത്. 4 സൈഡും നമുക്ക് ക്യാമറ വരുന്നുണ്ട്. ബാക്ക് ക്യാമറ ഒന്നല്ല 2 ഉണ്ട്. ഇവിടെ ഇത് 360 ക്യാമറ വരുന്നില്ലേ, അതുകൊണ്ടാണ് അത്രയും ക്യാമറകൾ വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇനി ഫ്രണ്ടില് ഡ്രൈവർ ക്യാബിന് ഒന്ന് കേറിയിട്ട് ഡിക്കി സ്പേസ് എല്ലാം ഒറ്റ ഇതേ ഉള്ളൂ കേട്ടോ.
ഒറ്റ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്രയും ലെങ്ത്, അതായത് 1, 2, 3, 4 ഡിക്കി ഒരുമിച്ച് ടോയ്ലറ്റിലെ ഇതാണെന്ന് തോന്നുന്നല്ലേ? വെള്ളം ഇതാക്കുന്ന ഓക്കെ. സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് നമുക്ക് ഈ സൈഡിൽ കാണുന്നത് അതാണെന്ന് തോന്നുന്നു. ടാങ്ക് വന്നിട്ടുണ്ട് ടോയ്ലറ്റിന്റെ സൈഡിലായിട്ട് തന്നെ. നമുക്ക് ജസ്റ്റ് ക്യാബിൻ വ്യൂ കാണിക്കാം. ക്യാബിൻ വ്യൂ കാണിക്കാം. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ. ഈ ക്യാമറ ഈ ക്യാമറ ഓക്കെ. डिजिटल कैमरा फ्रंट है, ओके. 360 डिग्री कैमरा है, ओके. अल्कोहल डिटेक्टिंग कैमरा है. ओके कैमरा है. वो उधर ड्राइवर DMS कैमरा है, मतलब ड्राइवर मैटर सेंसर है. वो इधर अल्कोहल ब्रीथिंग मशीन है, ബ്രീത്തിങ് മെഷീൻ. ओके ओके. ब्रीथ ब्रीथ करने के बाद स्टार्ट होता. ओके. मतलब അതായത് ഊതി गाड़ी पहले गाड़ी स्टार्ट करने पहले ब्रीथ करना है. ओके ओके. अल्कोहल में आता है नहीं स्टार्ट होता. ഓക്കെ ഓക്കെ. അത് കൊള്ളാം കേട്ടോ. അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം ഇത് ഊതണം. ഊതി കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാർട്ട് ആവും. ബ്രീത്തിൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവും. സ്റ്റാർട്ട് ആവത്തില്ല. അതായത് ടയർ പ്രഷറിന്റെ ഓക്കെ. ടയർ പ്രഷറിന്റെ ഡിസ്പ്ലേ ആണല്ലേ? ആ സൺറൂഫിന്റെ ഇതറിയോ, ഈ നേരത്തെ വെയിൽ അടിക്കുന്നതിന് വലിക്കുന്ന സിസ്റ്റം ആയിരുന്നു. അത് മാറിയിട്ട് സ്വിച്ച് ആക്കി. സ്വിച്ച് ബേസ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് ഒരു വോൾവോയുടെ അതെ ക്യാബിൻ വ്യൂ. ഒരുപാട് സ്വിച്ചുകളുണ്ടല്ലോ. ഇതെല്ലാം പഠിച്ചെടുക്കണമെങ്കിൽ ട്രെയിനിങ് എടുക്കണം. ട്രെയിനിങ് എടുക്കാതെ ഈ സ്വിച്ചുകൾ എന്താണെന്നോ ഇത് എപ്പോ ഉപയോഗിക്കണമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പൊ ട്രെയിനിങ് എടുക്കണം. ട്രെയിനിങ് എടുക്കാതെ വോൾവോ ഓടിക്കാൻ പറ്റത്തില്ല, സ്കാനി ഓടിക്കാൻ പറ്റത്തില്ല. എന്നതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇത്രയും സ്വിച്ചുകളും അതേപോലെ ഈ കൺസോളിമീറ്ററിലുള്ള ഫങ്ഷൻസുകളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് എടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് വോൾവോയുടെ ഈ സ്റ്റിയറിംഗും അതിനനുസരിച്ചുള്ള ലിവറും കാര്യങ്ങളൊക്കെ ഒന്ന് लिवर कौन सा है? इसका हेडलाइट का है, हेडलाइट स्विचेस कंट्रोल है. हाँ ओके. इसके हेडलाइट का इंडिकेटर इधर आता. ओके. ये इसका वाइपर का. हाँ वाइपर. ओके. ये रिटर्न है. हाँ റിട്ടേൺ. അത് റിട്ടേൺ ബ്രേക്ക് ആണ്. ഓക്കെ ഓക്കെ. നമ്മളെ 9400 ചൈത്രത്തിന്റെ വണ്ടി കാണിച്ചു. മനസ്സിലായി. വേറെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് ആ റൈറ്റ് സൈഡിലുള്ള സ്വിച്ചുകൾ, അതായത് ഹൈറ്റ് ചെയ്യുന്ന ഇൻസ്പെക്ഷൻ. ഓക്കെ. ഹിൽ ഹോൾഡ് സ്വിച്ചുകൾ അതേപോലത്തെ സ്വിച്ചുകളാണ് നമ്മൾ 9400 സെയിം. ഓക്കെ. 94 നമ്മളെ ചൈത്രത്തിന്റെ വണ്ടി കണ്ടില്ലേ, അതുപോലത്തെ ഉള്ള സെയിം സ്വിച്ചുകളാണ്. ഓക്കെ. പിന്നെ ബാക്കി ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ആൽക്കഹോളിക്കിന്റെ അത് വെള്ളം അടിച്ചിട്ട് ഒരിക്കലും വണ്ടി ഓടിക്കാൻ സമ്മതിക്കത്തില്ല. ഓളോടെ കമ്പനി അത്രയും സേഫ്റ്റി ആയിട്ടാണ് കസ്റ്റമറെ ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഈ സൈഡ് മിററുകൾ. നേരത്തെ കൊമ്പിൽ കണ്ടിരുന്ന സാധനം ഇപ്പൊ തൊട്ടടുത്ത് രണ്ട് സൈഡിലും ഈ മിറർ എന്നാണ് ഇതിന്റെ പേര് പറഞ്ഞത്. രണ്ട് സൈഡിലും മിററിലായിട്ട് കാണാം. അതേപോലെ തന്നെ ഇത് ഫ്രണ്ട് വ്യൂ. അതേപോലെ തന്നെ ഇത് 360 ക്യാമറ. ഈ 360 തന്നെ ഓരോ ആളുകളെയും വാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സെൻസർ ചെയ്യുന്നുണ്ട്. ക്യാമറ എത്ര മീറ്റർ അകലെയാണെന്നുള്ളതിന്റെ സെൻസറിങ് ആണ് നടക്കുന്നത്. അപ്പൊ അത്രയാണ് ഇതിന്റെ ഡ്രൈവർ ക്യാബിനിൽ പറയാനുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് മുകളിലെ സ്ലീപ്പറും താഴെ സീറ്റും ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഈ സൈഡിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെന്ന് നോക്കാം. വരുന്നത് വെച്ചാൽ രണ്ട് പേർക്ക് സെന്റർ കർട്ടൻ ഉണ്ട്. അതേപോലെ തന്നെ രണ്ട് സൈഡിലും TV ഉണ്ട്. ഇതിന്റെ ഹെഡ്ഫോൺ ആണ് അവിടെ കിടക്കുന്നത്. അതുപോലെ തന്നെ പവർ ബട്ടൺ, അതായത് ഈ ലൈറ്റിന്റെ പവർ ബട്ടൺ ആണെന്ന് തോന്നുന്നു. പവർ ബട്ടൺ കാണുന്നുണ്ട്. പിന്നെ അതിന്റെ അടുത്തായിട്ട് തന്നെ ചാർജിങ് പോയിന്റ് വരുന്നത്. ഓക്കെ. അപ്പൊ അത്രയുമാണ്. പിന്നെ ഈ സാധാരണ സീറ്റിന്റെ നമ്പർ വരുന്നത് സാധാരണ സെന്ററിൽ എഴുതിയിട്ട് ഒട്ടിക്കുന്ന സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ വോളും അത് ഒന്നുകൂടി ലുക്കായിട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ലീപ്പർ ബെഡിലും എമർജൻസി ഹാമർ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ താഴെ സീറ്റിലും ഓരോ സെക്ഷൻ ഓരോ രണ്ട് സീറ്റിന്റെ ഇടയ്ക്കും കൊടുത്തിട്ടുണ്ട്. എമർജൻസി ഹാമർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എമർജൻസി സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതില് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന വെച്ചാൽ ഇതുവരെ സീറ്റ് കൊടുത്തിട്ട് ഇവിടുന്ന് ഒരു ബെർത്ത് മാത്രം സ്ലീപ്പർ കൊടുക്കാനാണ്. ഇപ്പൊ എത്ര നമ്മുടെ MCL ചെയ്തില്ലേ, 12 ബെർത്തും 12 സീറ്റും
30 ബെർത്തോ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇത് സീറ്റ് അറേഞ്ച്മെന്റ്സ് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സീറ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് വിട്ടോയിട്ട് ഒരു നോക്കേണ്ടതുണ്ട്, സംശയമുണ്ട്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഇതിൽ വരുന്നത് വെച്ചാൽ ഹെഡ്ഫോണ്, അതായത് TV റിമോട്ട്, ചാർജിങ് പോയിന്റ്. ഓക്കെ, ഓക്കെ, ടിവിയുടെ പവറാണ്, ഓണാക്കുകയും ചെയ്യാം ഓഫാക്കുകയും ചെയ്യാം. ഓളോ ഇതിൽ വരുന്ന TV ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഹാമർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എമർജൻസി ഹാമർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റിമോട്ട് ടിവിയുടെ റിമോട്ടാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഹെഡ്ഫോണ്, ഈ ഹെഡ്ഫോൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ആ മോണിറ്ററുള്ള കാര്യങ്ങൾ നമുക്ക് വലിയ സൗണ്ട് ഒന്നും ഇല്ല, നമുക്ക് തന്നെ സ്വയം കേൾക്കാവുന്നതാണ്. അപ്പൊ അത്രയും അടുത്തുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ സൈഡ് സെൻട്രൽ കർട്ടൻ കൊടുത്തേക്കുന്നത് 2 സൈഡും പാർട്ടീഷൻ ചെയ്തിട്ടാണ് കർട്ടൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ ചാർജിങ് പോയിന്റ്, റിമോട്ട് കാര്യങ്ങൾ, ബാക്കിലും ചാർജിങ് പോയിന്റ് ഉണ്ട്. എല്ലാം ഒരു അടിപൊളിയായിട്ട്. വാക്വേ ക്യാമറ ഉണ്ട്. അതെ, വാക്വേ ക്യാമറ ഫ്രണ്ടിലും ഒന്നുണ്ട്, ബാക്കിലും ഉണ്ട്. ഒരുപാട് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. എക്സിറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് എമർജൻസി ഗ്ലാസ് ആണ് വരുന്നത്. ഓക്കെ, ഇത്രയും ഫെസിലിറ്റീസ് കണ്ടു കഴിഞ്ഞ് അടുത്ത ഈ വണ്ടിയുടെ സെന്റർ ഭാഗത്താണ് ഇതിന്റെ പാൻട്രി. അതേപോലെ തന്നെ എമർജൻസി എക്സിറ്റിന്റെ അടുത്തായിട്ട് പാൻട്രി ഉണ്ട്, അതുപോലെ ടോയ്ലറ്റ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് സെന്റർ ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ പാൻട്രിയിൽ തണുത്ത വെള്ളവും ചൂടുവെള്ളവും, കോഫി മേക്കർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പാൻട്രിയിൽ ഉള്ളത്. അതുപോലെ തന്നെ അതിന് തൊട്ട് അപ്പുറത്തായിട്ട് വാഷ്റൂമും ഉണ്ട്. അതാണ് ഈ വണ്ടിയിൽ ഏറ്റവും വണ്ടി നിർത്തേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് ലേഡീസിനായാലും ജെന്റ്സിനായാലും ഡയറക്റ്റ് പോയി ഓടി യൂസ് ചെയ്യാവുന്നതാണ്. അതെ, സമയം അത്രത്തോളം ലാഭകരമായിട്ട് കിട്ടും. എന്നുവെച്ചാൽ ഇടക്കിടക്ക് നമ്മൾ ഈ ദൂരെ യാത്ര പോകുമ്പോൾ AC കൊള്ളുന്നതുകൊണ്ട് യൂറിൻ പാസിങ്, അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസ് അങ്ങനെയൊക്കെ വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി അതും നല്ല ക്വാളിറ്റി ലക്ഷറി ഫീൽ ഉള്ള ഒരു ടോയ്ലറ്റ് ആണ്. ബാത്റൂം ഉള്ള വണ്ടി ഇനിയുള്ള കാലത്ത് എപ്പോഴും ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് വഴിയിൽ നിർത്തി ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല. അത് ഒരാൾക്കല്ല, ബാക്കി 42 സീറ്റ്, അതായത് ഏകദേശം 42 സീറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കണോ ഈ ബാക്കിയുള്ള അത്രയും പാസഞ്ചർ. അപ്പൊ ഇനി അത് ഉണ്ടാകത്തില്ല. പിന്നെ പുറത്തുള്ള ബാത്റൂം എന്ന് വെച്ചാൽ അത്രയും കംഫർട്ട് ആയിരിക്കുമല്ലോ. അപ്പൊ നിവൃത്തികേട് കൊണ്ട് പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അത് ഉണ്ടാവില്ല, അത് ഇനി ഉണ്ടാകത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ സ്റ്റാഫുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലീനിങ് നടക്കും, ഓട്ടോമാറ്റിക് ക്ലീനിങ് നടക്കും. ബാത്റൂം ഓട്ടോമാറ്റിക് ക്ലീനിങ് ആവും ചെയ്യുന്നത്. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലായിരിക്കും അതിന്റെ കാര്യങ്ങൾ. അപ്പൊ നമ്മള് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കയറി നോക്കാം. ഓരോ ബെഡിനും നല്ല പില്ല് വെച്ചിട്ടുണ്ട്. വോൾവയുടെ പേരെഴുതിയ ഒരു പില്ല് ഉണ്ട്. അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പില്ലാണ് അല്ലെ, സുഖമായിട്ട് കിടന്നിറങ്ങി പോവാം. ബെഡിലോട്ട് കയറാനുള്ള സ്റ്റെപ്പിന്റെ ഒരു മോഡൽ ഇങ്ങനെയാണ്. ഓക്കെ, ഇത് ഞാനിപ്പോ ലാസ്റ്റ് സെക്ഷനിലാണ് നിൽക്കുന്നത്. ലാസ്റ്റ് ബർത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ലാസ്റ്റ് വരുമ്പോ ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഇത്രയും വന്ന് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു 3 ബെർത്ത് അടിയിൽ സ്ലീപ്പർ വരുന്നുണ്ട്. അതാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്, എത്ര സീറ്റ് ഉണ്ടെന്ന് പറയാൻ കഴിയാത്ത. അതുകൊണ്ടാണ് സീറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതില് സീറ്റ് അറേഞ്ച്മെന്റ്സ് വളരെയധികം കംഫർട്ടായിട്ട് കൊടുത്തത്. ഈ ലെഗ് പാഡ്, അതേപോലെ ലെഗ് റെസ്റ്റ് ഉണ്ട്, ലെഗ് പാഡ്. അതുപോലെ തന്നെ നേരത്തെ ഈ ഒരു സംഭവം ഇല്ലായിരുന്നു. 9400 ഇത് നേരത്തെ ഇതില്ലായിരുന്നു. അതുപോലെ തന്നെ ഇതൊരു വെച്ച് എഴുതാനോ അല്ല ഒരു കപ്പ് ഹോൾഡർ ആയിട്ട് വെള്ളം വെക്കാനോ ചെറിയ ബുക്കൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ സീറ്റിനും മോണിറ്റർ വന്നിട്ടുണ്ട്. മോണിറ്ററിൽ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. അത് ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെയുള്ള ഫീച്ചേഴ്സ്, ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള മൂവി, ഗെയിം, മ്യൂസിക് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ കപ്പ് ഹോൾഡർ ഉണ്ട്, ചാർജിങ് പോയിന്റ്, കപ്പ് ഹോൾഡർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു കിറ്റൊക്കെ തൂക്കിയിടാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ചാർജിങ് പോയിന്റ് വരുന്നത് ഈ സീറ്റിന്റെ ഹാൻഡ് റെസ്റ്റിന്റെ നേരെ താഴത്തായിട്ടാണ് സി പോർട്ടും അതേപോലെ USB പോർട്ടും ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വണ്ടി എല്ലാ സീറ്റിനും സേഫ്റ്റിയുടെ ഭാഗമായിട്ട് സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, ഇതിപ്പോ നോർമല്. ഇത് നോർമലായിട്ട് ഓക്കെ, ഈ പുഷ് ബാക്കിന്റെ ഇതും വരുന്നത് ഹാൻഡ് റെസ്റ്റിന്റെ താഴത്തായിട്ടാണ് പുഷ് ബാക്കിന്റെ ലിവർ മതിൽ വരുന്നത്. ഓക്കെ, ഏറെക്കുറെ സീറ്റിലെ കാര്യങ്ങളും ബർത്തിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുത്തെന്ന് തോന്നുന്നല്ലേ? അതെ അതെ, വളരെ സമയപ്രദമാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്, നമ്മൾ കണ്ട കാര്യങ്ങൾ. ഇതിൽ ഇനി ഒരുപാട് വ്യത്യാസങ്ങൾ, അതായത് നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇതിൽ നമുക്ക് പറഞ്ഞു തരാൻ അറിയില്ല, നമ്മൾ കൺകൊണ്ട് കണ്ട കാഴ്ചകൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അതെ, ഇപ്പോൾ ഒരുവിധം തിരക്കൊഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ടീം കയറാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് ബസ്സിൻ്റെ സെൻട്രൽ പോയിന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നമുക്ക് പാൻട്രി വിത്ത് വാഷ്റൂം വരുന്നത്. അല്ലേ? അതെ അതെ, സെൻട്രൽ പോയിന്റിലാണ് ഈ വാഷ്റൂമും അതേപോലെ പാൻട്രി വരുന്നത്. അതേപോലെ തന്നെ എമർജൻസി എക്സിറ്റും. അതെ അതെ, എമർജൻസി ഒരു ഫുട്ട് പാത്താണ് ഇത് വരുന്നത്. പാൻട്രി വരും. ഇത് ഓപ്പൺ ആക്കാൻ പറ്റും? ഇല്ല, ഇത് ക്ലോസിംഗ് ആണെന്ന് പറഞ്ഞത്. നേരത്തെ തുറന്നായിരുന്നു. അപ്പൊ എല്ലാവരും തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ബുദ്ധിമുട്ടാക്കിയതുകൊണ്ട് ഇതിപ്പോ ക്ലോസിംഗ് ആണ്. ഇതാണ് ഈ വണ്ടിയിലെ പാൻട്രി വരുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇത്രയും ടോപ്പായിട്ട് കൊടുത്തിട്ടുള്ള വാഷ്റൂം സൗകര്യമാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം. ബസ്സിന്റെ വാഷ്റൂമിനകത്താണ് ചെറിയൊരു വാഷ്റൂം നൽകിയിട്ടുണ്ട്. ഹാൻഡ് വാഷ് ആയാലും പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു പരിധിയിലുള്ള സമയത്ത് പറ്റുന്ന പോലെ മാക്സിമം ഒരു വീഡിയോ, ഇത്രയും തിരക്കിനിടയിൽ എങ്ങനെയൊക്കെയാണ് വീഡിയോ എടുത്തതെന്ന് ഒരു ഐഡിയ ഇല്ല. സാധാരണ ഒരു ബസ് കിട്ടിയ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് അതങ്ങ് പറയാ, അതൊക്കെയായിരുന്നു. അതിന് ഇത് കൈ കിട്ടണം. അതെ, കൈ കിട്ടണം, എന്നാലേ അതിന്റെ കാര്യങ്ങൾ അതോടെ നമ്മളെ കൈ കിട്ടും. നമ്മളവിടെ നമുക്ക് അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ വോൾവോയ്ക്ക് അടുത്തായിട്ട് മറ്റൊരു കിടിലൻ ലക്ഷറി സ്ലീപ്പർ ബസ് ഇവിടെ കിടപ്പുണ്ട്. സെനാറ്റി എന്നാണ് ബ്രാൻഡിന്റെ പേര്. ബോഡിയുടെ പേരാണ് സെനാറ്റി എന്നുള്ളത്. പാരബൈസിന്റെ ഷാസിയിലാണ് സെനാറ്റിയുടെ ബോഡി കെട്ടിയിരിക്കുന്നത്. ബോഡി വർക്ക് ചെയ്തിരിക്കുന്നത് രാജസ്ഥാനിലാണ് അവര് ഫാക്ടറി എന്ന് തോന്നുന്നു. ഓക്കെ, ആ ബസ് വാങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. ഇവരാണ് ഓണർ. ഓക്കെ, ഫസ്റ്റ് ടൈമാണ് സെനാറ്റി എന്നുള്ള ബ്രാൻഡ് നമ്മൾ കാണുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവെ എല്ലാവരും എം ജി, പ്രകാശ്, ഇവരൊക്കെയാണ് കൂടുതൽ കേൾക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിന്റെ പുറത്ത് കുറെ അധികം നല്ല ബിൽഡേഴ്സ് ഉണ്ട്, ഒരുപാട് ബസ് ബിൽഡേഴ്സ് ഉണ്ട്. വോൾവോക്ക് കൊമ്പില്ലെങ്കിൽ ഇതിന് കൊമ്പുണ്ട്. അതുപോലെ തന്നെ സൈഡ് മിറർ, ഈ മിററായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഫങ്ഷൻസ് വരുന്നത്. കൊമ്പുണ്ട്, സൈഡില് മിററും കൊടുത്തിട്ടുണ്ട്. ഈ മിററായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ, ഡ്രൈവർ ക്യാബിന്റെ ഇന്റീരിയർ ഫസ്റ്റ് ആയിട്ട് വരുന്ന സ്ഥലത്ത് തന്നെ ഇന്റീരിയർ അത്യാവശ്യം അടിപൊളിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഷാസി വരുന്നത് ഭാരത് ബെൻസിലാണ്. അപ്പോൾ അതിന്റെ ഒരു ഇതില് നല്ല അടിപൊളിയായിട്ട് ഇതിന്റെ ക്യാബിന് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വർക്കുകൾ അത്യാവശ്യം നല്ല നീറ്റ്നെസ്സിലാണ് ഈ കൊടുത്തിട്ടുള്ളത്. ജോയിന്റുകളായാലും ബാക്കി കാര്യങ്ങളും ഒന്നും കൂടുതലില്ല, എന്ന് ഒട്ടും കുറവുമില്ല. അതെന്നുവെച്ചാൽ ചാർജിങ് പോയിന്റ് എല്ലാ സ്ലീപ്പറിലും വരുന്ന കണക്ക് തന്നെ ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോൺ ഹോൾഡർ, എമർജൻസി ഹാമർ, അതേപോലെ സ്പേസ്, ലഗേജ് സ്പേസ്, AC വെന്റ് രണ്ടെണ്ണം, എക്സിറ്റ്, അതേപോലെ തന്നെ ബെഡ് ലാമ്പിനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഭയങ്കര ലക്ഷറി അല്ല, എന്നാലും സ്റ്റാൻഡേർഡ് ആണ്, എക്സിക്യൂട്ടീവ് ലെവലാണ്. പക്ഷെ പെർഫെക്ഷൻ ഉണ്ട്. ചെറിയ പണി എവിടെ ചെയ്താലും അതിലെല്ലാം നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തട്ടിക്കൂട്ടി ഒട്ടിച്ചേപ്പ് ഒരിക്കലും കാണുന്നില്ല. പെർഫെക്ഷൻ ആണ്. എല്ലാ ബീഡിങ്ങും കാര്യങ്ങളും കൃത്യമായിട്ട്. അത് ഞാൻ എടുത്ത് പറയാന്ന് വെച്ചാൽ ഇവിടെ വന്ന എക്സിബിഷനിൽ പല വാഹനങ്ങളും ക്വാളിറ്റി കുറവില് തട്ടിക്കൂട്ടി കൊണ്ടുവച്ചേക്കുന്നതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. വാഷ്റൂമാണ് ഇതിന്. ഈ വാഷ്റൂമില് ഒരു ഹാൻഡ് ബേസ് കൊടുത്തിട്ടുണ്ട്, വേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂമിന്റെ ഫ്ലഷ് കാര്യങ്ങള്, അതുപോലെ തന്നെ ഒരു ഔട്ടർ ഫാന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഷാംപൂ ഹോൾഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്രയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നീറ്റ്നെസ് ഉണ്ട്. ഇതിന്റെ എൻട്രൻസ് വരുന്നത് ഡ്രൈവർ ക്യാബിനാണ്. നേരത്തെ ഓളോടൊക്കെ സെന്റർ ഭാഗത്ത് അകത്തുനിന്നായിരുന്നു, ഇത് ഡ്രൈവർ ക്യാബിനാണ്. നേരത്തെ സ്മെല്ലടിക്കാനുള്ള സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രൈവർ ക്യാബിന് എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ओके सर, अपना गाड़ी सेनाटी के बारे में थोड़ा एक बार बताओ ना सर। सिनाटी ऑटोमोटिव प्राइवेट लिमिटेड नीमराना राजस्थान में है। जो दिल्ली से 110 किलोमीटर है, 110 किलोमीटर
और जयपुर से 150 किलोमीटर है। ओके सिनाटी का मतलब होता है खूबसूरत, ओके और हम सीटिंग स्लीपर हाँ बनाते हैं। सीटिंग भी बस बनाते हैं, स्लीपर भी बस बनाते ओके और कौन सा शासी में करेगा? 12 इंच काली करेगा और अशोक लेलैंड एचर? हैं। नहीं, हम सारे चेचिस पे काम करते हैं। अशोक लेलैंड हो, भारत बेंज हो, आइशर हो, और अपना टाटा हो, सब पे काम करते हैं। बॉडी एक ही है और अलग अलग टाइप मॉडल में है क्या? हमारे पास लाकुशेट मॉडल है, लावी है, ये लावी प्लस है, Okay. सेनोरिटा है, और 4-5 मॉडल है। ओके ए मॉडल का कॉस्ट कितना आएगा एक बॉडी में? ये बॉडी में इसका वैसे हमारा कोस्ट जो है 34 लाख से 44 लाख है, ओके पर ये वाली गाड़ी का 40 लाख है। 40 लाख, ABS okay. विथ इससे और ज्यादा स्पेसिफिक है, मतलब 40 लाख में इतना आएगा और 44 लाख के और हाँ, ज्यादा आएगा। ओके तो हमारा 34 से 44 लाख तक है। हमारा बॉडी वर्कशॉप का जगह हमारा नीमराना राजस्थान में है। राजस्थान में। हाँ, ओके और हम 60 डेज में डिलीवरी दे देते हैं। और आपका बारे में थोड़ा बात करने के लिए आपको कुछ मेरा नाम नरेश यादव है, और Okay. हमारी टीम है ना बहुत काम करती है। हमारे पास 350 एम्प्लॉई हैं। ओके इंडिया में किधर किधर अभी डिलीवरी कर रहा है? हम पूरे भारत में डिलीवरी कर कर रहा है। रहे हैं, पूरे इंडिया में डिलीवरी। ഓക്കെ താങ്ക് യു हाँ। വിലേക നമ്മളിപ്പോൾ സംസാരിച്ചത് ഈ സെനാറ്റി കമ്പനിയുടെ ഓണറായിട്ടാണ് ഓണറുമായിട്ടാണ് സംസാരിച്ചത്. പുള്ളിക്കാരൻ രാജസ്ഥാനിലാണ്, ഡൽഹിയിൽ നിന്ന് കുറച്ച് ദൂരെ ഉള്ളെന്നാണ് പറയുന്നത്. രാജസ്ഥാനിലാണ് അവിടെ ബോഡി വർഷം. എന്തായാലും വണ്ടി ക്വാളിറ്റി ഉണ്ട്, വണ്ടി ക്വാളിറ്റി പെർഫെക്ഷൻ ഉണ്ട്, പെർഫെക്ഷൻ. എല്ലാം കൂടെ ഓക്കെയാണ്. റേറ്റ് എന്ന് പറയുന്നത് 35 മുതൽ 44 വരെ നമുക്ക് എന്താണ് ആവശ്യം അത് കണക്ക് ഡെവലപ്പ് ചെയ്ത് തരാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ വീഡിയോ കാണിച്ച ഈ വണ്ടിക്ക് 40 ലക്ഷമാണ് ബോഡിയുടെ വില വരുന്നത്. ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി കൊള്ളാം, അടിപൊളിയാണ്, പെർഫെക്ഷൻ ഉണ്ട്, എല്ലാം കൊണ്ട് ഓരോ ബീഡിങ് കാണുമ്പോൾ ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതെ ഓരോ വണ്ടിയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ആ ബീഡിങ് കാര്യങ്ങൾ അതിനകത്തോട്ട് എൻട്രി ചെയ്യുമ്പോഴേക്കും ആ ഡ്രൈവർ ക്യാബിന് കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന്. അതെ അതെ ഈ ഒരു വണ്ടി അടിപൊളിയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മളെ നോർമൽ സാധാരണ ഈ ഒരു മോഡലിൽ വരുന്ന വണ്ടിയെ കാട്ടി കൂടുതൽ ക്യാമറ ഫെസിലിറ്റി ഉണ്ട്. ഈ മിറർ അതൊക്കെ ഉണ്ട്. അതെ അതെ, അതേപോലെ ഈ മിററും ഉണ്ട്, ഈ കൊമ്പുണ്ട്. ഈ കൊമ്പില്ലെങ്കിൽ വണ്ടി കാണാൻ ഒരു ലുക്ക് ഇല്ല എന്നുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് ഈ മിററും കൊടുത്തിട്ടുണ്ട്, പുറത്ത് മിററും കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്, വണ്ടി അടിപൊളിയാണ്, കൊള്ളാം. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞെന്ന് വെച്ചാൽ സെനാറ്റി ഈ ഒരു മോഡല് വാഹനം നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ 60 ദിവസം മതി എന്നാ. ബോഡി കെട്ടി നൽകാനായിട്ട് വെറും 60 ദിവസത്തിൽ ഡെലിവറി ചെയ്യുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സെനാറ്റി കൂടി ഒന്ന് പ്രിഫർ ചെയ്യാം. ഓക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് നോക്കാം. നമുക്ക് നമ്മൾ പറഞ്ഞത് മാത്രം നിങ്ങൾ ശ്രദ്ധ വേണ്ട, നിങ്ങളും കൂടി ഒന്ന് വന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പഠിച്ച് മാത്രം ചെയ്യാവും. നമ്മൾ ഈ എക്സിബിഷനിൽ വന്നിട്ട് 2 പുതിയ ബ്രാൻഡുകൾ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തിയാണ്. എനിക്കും പുതിയ അറിവാണ്, പുതുതായിട്ട് കേൾക്കുന്ന പേരാണ് സത്ലജ്, അതേപോലെ തന്നെ ഈ സെനാറ്റി. ഈ സെനാറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. സത്ലജ് ഞാൻ കണ്ടിട്ടുണ്ട് വണ്ടി. ഇത് രണ്ടും ബെസ്റ്റ് ക്വാളിറ്റി ആണ് കേട്ടോ. സത്ലജ് എന്ന് പറയുന്ന പഞ്ചാബും ഇതെന്ന് പറയുന്ന രാജസ്ഥാൻ ബോഡിയാണ്. ജസ്റ്റ് നോക്കാം. അതായത് അത് 43 ലക്ഷം രൂപ, ഇത് 40 ലക്ഷം രൂപ ബോഡി. അത് ഇത് 60 ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യുന്ന 60 ദിവസം, അതാണ് ഈ മെയിൻ ഹൈലൈറ്റ്. ഈ വണ്ടി 60 ദിവസം കൊണ്ട് ഡെലിവറി ആയിട്ട് കിട്ടും. അതെ, നമ്മൾ 4 മാസമൊക്കെ സാധാരണ 4 മാസത്തിൽ കൂടുതൽ എടുക്കാറുണ്ട്. പക്ഷെ ഇത് 60 ദിവസം കൊണ്ട് ഡെലിവറി കിട്ടുക എന്ന് പറഞ്ഞാല് വലിയ കാര്യമാണ്. അത് ഈ ക്വാളിറ്റിയിൽ ഈ മിററും കാര്യങ്ങളും ചെയ്തിട്ട് കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ്. ടാറ്റയുടെ ഷാസി ചെയ്യുന്നുണ്ട്, ഏഷ്യർ ചെയ്യുന്നുണ്ട്, ഏത് ഷാസി ആണെങ്കിലും ചെയ്തു തരുമെന്നാ പറയുന്നത്. എന്നാ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോകാം. അപ്പൊ ഇത് വരുന്നത് 100 HP 4 സിലിണ്ടർ വണ്ടിയാണ്. 12 സീറ്റാണ് ഇത് വരുന്നത്. ഏകദേശം 8 മുതൽ 10 വരെ കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതാണ്. ഇത് നോൺ AC വെഹിക്കിൾ ആണ്. നമ്മുടെ നേരത്തിൽ എത്തിയിട്ടില്ല, പ്രവാസിലാണ് ഫസ്റ്റ് ടൈം ലോഞ്ചിങ്. അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നമ്മുടെ മാർക്കപ്പോളൊക്കെ ഒരു എതിരായിരിക്കും. ഏഷ്യറിലാണ് 12 സീറ്റ്, ഏകദേശം 40 സീറ്റ് വരെ ഏകദേശം ഈ മോഡലിൽ വരും എന്നാണ് ഇതിന്റെ ബ്രോഷറിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ അടുത്തടുത്ത വെർഷൻ ഉണ്ട്. 12 കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് വീൽ ബേസ് കൂടെ ഇതുണ്ട്. 12 സീറ്റ് വണ്ടി ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് സീറ്റ് കൊടുത്തിട്ടുണ്ട്. പുഷ് ബാക്ക് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇല്ല, ഇത് നോൺ AC യിലാണ് വന്നിട്ടുള്ളത്. AC കയറ്റാവുന്നതാണ്. നോൺ AC യിലാണ് ഇപ്പൊ ഇത് വന്നിട്ടുള്ളത്. 12 സീറ്റിൽ എല്ലാത്തിനും സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പുഷ് ബാക്ക് ആണോ?
പുഷ് ബാക്ക് സീറ്റാണ് കൊടുക്കുന്നത്. ലെഗ് റെസ്റ്റ് ഉണ്ടോ? ഫുഡ് റെസ്റ്റ് ഉണ്ട്. ഉണ്ട് ലെഗ് റെസ്റ്റ് ഉണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിലെ സീറ്റ് ഇത് ലാസ്റ്റ് സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു 10-15 സീറ്റ് ആക്കാവുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഈ ഒരു വേരിയന്റിൽ തന്നെ 10-15 സീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതിന്റെ വിലയും കാര്യങ്ങളും വില കോസ്റ്റ് ഒന്നും പറഞ്ഞില്ല, റേറ്റിന്റെ കോസ്റ്റ് ഒന്നും പറഞ്ഞില്ല. നമുക്ക് ഈ മോഡൽ കാണിക്കാം. നിങ്ങൾക്ക് അടുത്തുള്ള ഷോറൂമില് ഇനി വരാനുള്ള മോഡലാണ്. പിന്നെ സേഫ്റ്റിയുടെ ഫീച്ചറിൽ ഇപ്പോ എല്ലാ വണ്ടിയിലും ഫയറിംഗ് എക്സ്റ്റിങ്വിഷൻ ഉണ്ട്, എല്ലാ വണ്ടിയിലും വരുന്നുണ്ട്. കുറച്ച് സാധനങ്ങളായല്ലേ കയ്യില്. അവര് ഓരോരുത്തര് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ബ്രോഷർ തരുന്ന ആ ബ്രോഷറിൽ നോക്കിയിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇത് നിരത്തിൽ ഇറങ്ങിയിട്ടില്ല, ഈ വാഹനങ്ങളൊന്നും നിരത്തിൽ ഇറങ്ങിയിട്ടില്ല, നമ്മൾ ഓടിച്ച് നോക്കിയിട്ടില്ല. നമുക്ക് അറിയാവുന്ന അവര് ബ്രോഷർ തരുന്നു, അവരിന്ന് അവിടുത്തെ എക്സിക്യൂട്ടീവ് എന്താണോ പറഞ്ഞു തരുന്നത് അതാണ് നമ്മൾ പറയുന്നത്. ഇതിൽ കൂടുതലാണോ കുറവാണോ ഒന്നും നമുക്കറിയില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. ഇത് ഇനി കൊണ്ടുപോയിട്ട് നമ്മുടെ അവിടുത്തെ ഒരു സെറ്റപ്പിൽ ആക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പുറത്തെ ഗ്യാരേജിൽ ഒന്ന് പണിത് ആക്കണം. പുതിയൊരു മോഡലാണ്, നമുക്കൊരു പുതിയ മോഡലാണ്. അതേപോലെ പ്രവാസിലാണ് ആദ്യമായിട്ട് ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്നത്. മാർക്കപ്പോളൊക്കെ ഒരു അടിയായിരിക്കും മിക്കവാറും. 5 ഗിയർ വണ്ടിയിൽ 100 HP 4 സിലിണ്ടർ വണ്ടി. അത്യാവശ്യം നല്ല മൈലേജ് നൽകും. 8 to 10 എന്നാണ് അവർ പറയുന്നത്. വോൾവോയ്ക്ക് അടുത്തായിട്ട് ഏഷ്യറിന്റെ ഒരു കിട്ടിയ ഒരു ഇലക്ട്രിക് ബസ് കിടപ്പുണ്ട്. നല്ല എക്സിക്യൂട്ടീവ് ലുക്കാണ് ചെറിയ. പക്ഷെ ഇത് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. അവിടെ ആയിട്ടുള്ള കുറെ ടീംസ് ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ആൾറെഡി കമ്പനിയുമായിട്ട് ടൈപ്പ് ആയിട്ട് 300 മുതൽ 350 കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ്. ഫുള്ളി ഇലക്ട്രിക് ബസ്സാണ്. നല്ല കിടിലൻ ലുക്കാണ് വണ്ടി. എയർ സസ്പെൻഷൻ ആണ്. ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ട്. ബലൂണൊക്കെ കൊടുത്തിട്ടുള്ള വണ്ടിയാണ്. വണ്ടി ഇഷ്ടപ്പെട്ടു, പക്ഷെ കയറി കാണാനായിട്ട് ഇപ്പൊ പറ്റുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിക്കി സ്പേസ് ഉണ്ട്. വണ്ടി ലുക്കാണ് കേട്ടോ. വണ്ടി കൊള്ളാം. ഇതിന്റെ ഒരു പർപ്പസ് എന്തായിരിക്കും? ഇത് ഓഫീസ്, അതായത് IT കമ്പനിയിലുള്ള ടൂറിസം അല്ലേ? IT പ്രൊഫഷണല് ഓഫീസുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടിങ് ആയിരിക്കും ഇതിന് മിക്കവാറും പർപ്പസ് വരുന്നത്. അത്രയും 350 കിലോമീറ്റർ ഒന്നും ഓടി നമ്മള് ടൂറിസ്റ്റ് പ്ലേസിലോട്ടൊന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഓഫീസ് പർപ്പസ് ആയിരിക്കും. ഓഫീസ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇലക്ട്രിക് വാഹനമാണത്. വണ്ടി ലുക്ക് ഉണ്ടല്ലേ? അടിപൊളി ലുക്കാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം വോൾവോ കണ്ടു, സെനിറ്റി കണ്ടു, ഏഷ്യർ, ഭാരത് ബെൻസ്. ലൈലാൻഡ് കണ്ടില്ല അല്ലേ? ലൈലാൻഡ് കണ്ടില്ല. ഇവിടെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷെ നമുക്ക് ഇവിടെ ഒരുപാട് ഹാളുണ്ട്. നമ്മൾ ഏതൊക്കെ ഹാള് ഇപ്പൊ ആകപ്പെട്ട 3 ഹാളിൽ മാത്രമേ കയറിയിട്ടുണ്ടാവും. അപ്പൊ ഇത് ഓരോ ബസ്സിലെളിയാ ഡോറ് മോഡൽസ് ആണിത്. അത് 4 സൈഡിലും ഡോറ് സെറ്റ് ചെയ്തിട്ട് അവരുടെ നിലവിലുള്ള മോഡൽസുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ്. അതില് സ്കാനിയ ഉണ്ട്, മഹീന്ദ്ര, ഫോഴ്സ്, സ്വിച്ച്, JBM, ഒലക്ട്ര, ഒരുപാട് കമ്പനികളുണ്ട്. കസ്റ്റമേഴ്സ് ഉണ്ട്. അതെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ കയ്യിലുള്ള മോഡലുകളാണ്. അപ്പൊ നമ്മുടെ ഒരു ബസ്സിൽ ഈ മോഡല് ചെയ്യാമെന്നുള്ളത് ഡോർ വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്തു തരുന്ന ഇലക്ട്രിക് ഡോറുകളാണ് കൂടുതൽ. നമ്മുടെ ബസ്സിലൊക്കെ, സ്കൂൾ ബസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് എയർ ഡോർ ഉണ്ട്. അതൊക്കെ ഒരുപാട് മോഡലാണ്. ഇലക്ട്രിക്കലില് അവരുടെ ടൈപ്പ് മോഡൽസ് ആണ്. അതാണ് അല്ലേ? മെട്രോ ഡോർസ്, MI ടെക് ആണല്ലേ? ഓക്കെ. ഇത് ട്രെയിൻ ആണല്ലേ? ട്രെയിനിന്റെ ഡോറുകളാണല്ലേ? ട്രെയിനിന്റെ ഡോറുകൾ ചെയ്തു കൊടുക്കുന്ന ടീമുകൾ, കമ്പനിയാണ്. അർബനിയയിൽ സീറ്റ് അറേഞ്ച്മെന്റ്സ് ചെയ്തതാണ്. ഓക്കെ. ടയറൊക്കെ നോക്കിയാലേ, ടയറും അലോയെ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയാണ്. ഇതിൽ മെയിൻ ആയിട്ട് സീറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് ഇത്. ഇപ്പൊ നമ്മൾ എക്സിബിഷൻ ഹാളിനകത്ത് ഒരുപാട് അന്വേഷിച്ച ഒരു മോഡലാണ് ഈ പുറത്ത് കിടക്കുന്ന ദാമോദർ ബോഡി. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. ദാമോദർ ബോഡി ഒരു ഭാരത് ബെൻസിന്റെ ഷാസിയിലാണ് പണിഞ്ഞിട്ടിരിക്കുന്നത്. അത് പുറത്താണ് കൊണ്ടിട്ടിരിക്കുന്നത്. അകത്ത് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണോ ആണെന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെ മൾട്ടിയാണ് കിടക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ വന്നു നോക്കിയപ്പോൾ സിംഗിൾ ആക്സിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന വാഹനം ദാമോദർ ബോഡിയിലുള്ള ഭാരത് ബെൻസ് ഷാസിയിലുള്ള വാഹനമാണ്. നമ്മൾ മൾട്ടിയാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ നമുക്ക് കിട്ടിയേക്കുന്നത്
13.5 മീറ്റർ സ്ലീപ്പർ വണ്ടിയാണ് കിട്ടിയിട്ടുള്ളത്, സ്ലീപ്പർ ബസ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. പക്ഷേ അടിപൊളി ലൈറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ആ റൗണ്ടിൽ വരുന്ന ലൈറ്റ് ആയിരുന്നു, ഓക്കെ. ഇപ്പോൾ അത് മാറ്റിയിട്ട് DRL ലൈറ്റാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഭാരത് ബെൻസിന്റെ ഓട്ടോമാറ്റിക് ചേസ് നമ്മൾ അകത്ത് കണ്ടായിരുന്നു, എക്സിബിഷൻ സെന്ററിന്റെ അകത്ത് കണ്ടായിരുന്നു. ആ ചേസിൽ ദാമോദർ ബോഡി കിട്ടിയ ബസ്സാണ് ഈ പുതിയ മോഡൽ, പുതിയ ലോഞ്ചിങ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഈ ഒരു ബസ്സിന്റെ ഒരു ഉൾഭാഗം കാണാം. അപ്പൊ ഇത് ബോഡി ബോർഡ് വരുന്നത് ദാമോദറിൽ കിട്ടിയ ബോഡി, അത് ഫസ്റ്റ് ടൈം ലോഞ്ചിങ് ആണ് ഭാരത് ബെൻസിൽ. ऑटोमेटिकली फर्स्ट टाइम लॉन्चिंग. ओके. ये सर जो हमारा अभी न्यू लॉन्च हुआ है हमारा डैशबोर्ड, ओके, जिसमें आपको फ्यूचर मिलेगा, आपको कार के सिस्टम जैसा पूरा ओके लुकिंग. इसको जो हमारा अभी लॉन्च ये वाला हुआ है एसी का जो हमारा अंदर का भी फ्यूचर मिल रहा था अभी डैशबोर्ड में, ओके, वो आपको यहाँ फ्रंट में भी मिलेगा. ओके. दूसरा नंबर जो आपका ये सिंबल जो दिख रहा है ये हूटर है और ये सायरन है, ओके. ये भी फीचर आपको डैशबोर्ड में मिलेगा. अदरवाइज दूसरे गाड़ी में अभी नहीं मिलेगा. न्यू लॉन्च हुआ है. ओके, ओके. ये आपका स्विच है जो आपका बहुत बेहतरीन क्वालिटी में अभी लगाया गया है, दूसरा क्वालिटी में अभी इससे बेहतर नहीं है. ओके, ठीक है ना. ये आपका डोर का सिस्टम इधर है आपका. ओके. एक बार दबा के दे दो. बंद करें. हाँ बंद कर दो भाई. हाँ, ये आप देख सकते हैं चालू का. ओके. एक बार ओपन करें. हाँ ओपन. हाँ ओपन करें. वो आपका वो मैनुअल बटन है, वो ऑपरेट करके इमरजेंसी का डिवाइस हाँ चेक कर सकते हैं. എമർജൻസി ആയിട്ട് ഈ ഡോറിന്റെ ഇത് എയർ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹാൻഡ് ബേസ് ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റും, അടക്കാൻ പറ്റും എന്നുള്ള. എയർ ടാങ്ക് റിലീസ് ചെയ്യും. കൈ വെച്ച് തുറക്കാനും അടയ്ക്കാനും പറ്റും. അത് സേഫ്റ്റിയുടെ ഭാഗമാണ്. നേരത്തെ ഉള്ളത് വെച്ചാൽ വണ്ടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഡോർ അങ്ങ് ലോക്ക് ആവാറാണ്. ലോക്ക് ആയി കഴിഞ്ഞാൽ അകത്ത് പിന്നെ ഉള്ളത് വെച്ചാൽ പുറകിലുള്ള എക്സിറ്റ് വഴിയാണ് നമ്മൾ സാധാരണ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇത് മാനുവലായിട്ട് നമുക്ക് എയർ റിലീസ് ചെയ്തിട്ട് ഡോർ കൈ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അകത്തോട്ട് കയറാം. അതാണ് ആ സിസ്റ്റം ആണ്. മനസ്സിലായി. इसको रीसेट बटन ऑपरेट कीजिए ताकि जैसे आप अपने पहले जैसा था वो सेम प्रोसेस पे आ जाएगा. ओके. जैसे क्लोज रीसेट कर दिए फिर सेम टू कॉपी अपना काम करना स्टार्ट कर देगा. अब वो बटन से अपना खोल सकते हैं. ओपन करना है तो ओपन कर दीजिए. ओपन हो ഇവിടെ ഈ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ അത് സ്വിച്ചിലോട്ട് മാറ്റാവുന്നതാണ്. ഇതിന്റെ അകത്തുള്ള വ്യൂസ് ആണ് നമ്മളിപ്പോ ഇനി കാണാനുള്ളത്. ഏകദേശം ബെഡൊക്കെ നല്ല നീറ്റ് ക്ലീൻ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡാണ്. പക്ഷേ ബെഡ് കവറാണോ? അല്ല, ഇത് ബെഡ് കവർ അല്ല, ബെഡ് തന്നെ ഈ രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ക്ലോത്ത് വൈറ്റ് കളർ ഭയങ്കരമായിട്ടും പാടായിരിക്കും. അഴുക്ക് പെട്ടെന്ന് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വൈറ്റ് നമ്മുടെ ഇതിലുള്ള ഈ വൈറ്റ് കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയ സാധനമാണെങ്കിൽ ഓക്കെ, ബെസ്റ്റ് ആയിരുന്നു. വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്. എക്സിക്യൂട്ടീവ് കയറുമ്പോൾ എപ്പോഴും വൈറ്റ് ആണ് നല്ലത്. അതുപോലെ തന്നെ ഈ ചാർജിങ് പോയിന്റ്, ഹോൾഡർ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് പില്ലോ ഇതെല്ലാം ദാമോദർ ബോഡിയുടെ ഇത് തന്നെയാണ്, പില്ലോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം അടിപൊളിയാണ്, കൊള്ളാം, നല്ല സുഖമുണ്ട്. ഈ ലൈറ്റിൽ വരുന്നത് 2 ലൈറ്റ് വരുന്നുണ്ട്. ഒന്ന് റീഡിങ് ലൈറ്റും അല്ലാതെയും വരുന്നുണ്ട്. പിന്നെ AC വെന്റ് ഒക്കെ പുതിയ മോഡലാണ്. അപ്പൊ നമുക്ക് 2 സ്ട്രേഞ്ചേഴ്സ് യാത്ര ചെയ്താലും നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ല. നമുക്ക് കളിക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, കർട്ടൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല. അവരവരുടെ പാട്, നമ്മുടെ പാട്, അവരതായി. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം, എല്ലാ സൗകര്യങ്ങളും എല്ലാ ബസ്സുകളാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സുഖമുണ്ടല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡും പാടായിരിക്കും. നമുക്കറിയത്തില്ല അവരെന്ത് ഫെസിലിറ്റിയാണ് ഉള്ളതെന്ന് വെച്ചാൽ. ഡെമോ വണ്ടി ആയതുകൊണ്ടായിരിക്കും ഇത്രയും വൃത്തിക്ക്. അല്ലെ, ഇനിയിപ്പോ ഇതിന് കവർ കവർ വരികയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അല്ലേ? കവർ മാറും. ഡെമോ വണ്ടിക്ക് അത്രയും ഫെസിലിറ്റി കൊടുത്തിട്ട് ഈ മാറ്റി വരികയും കുറവാണ്. അത്യാവശ്യം ബാഗേജ് കാര്യങ്ങളൊക്കെ വെക്കാം. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഗാന്ധിനഗറിൽ വെച്ച് നടക്കുന്ന
പ്രവാസിന്റെ 5.0 2026 എക്സിബിഷൻ വേൾഡ് എക്സിബിഷൻ 2ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരുപാട് വീഡിയോകൾ എടുത്തു, നമുക്ക് കണ്ട കാഴ്ചകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതെ അതെ, ഇനിയും കാണാൻ കാഴ്ചകൾ ഒരുപാടുണ്ട്. പക്ഷേ നമുക്ക് സമയം പരിമിതിയാണ്. എന്ന് വെച്ചാൽ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു സ്റ്റാള് അല്ലെങ്കിൽ 2 സ്റ്റാള് ഇത്രയും കവർ ചെയ്യാനേ പറ്റുള്ളൂ. അതിന് മാത്രം അത് കയറി കഴിയുമ്പോഴേക്കും ഏകദേശം വൈകുന്നേരം 4 മണി 5 മണി ആകുന്നത് നമ്മളെ അറിയുന്നില്ല. ഫുഡ് കഴിച്ചില്ല എങ്കിൽ പോലും നമുക്ക് സമയം കിട്ടിയതില്ല. ഇനിയും ഒരുപാട് സ്റ്റാളുകൾ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള കേരളത്തിലൊക്കെ ആവശ്യമായുള്ള സ്റ്റാളുകൾ മാത്രമേ നമ്മൾ കയറിയിട്ടുള്ളൂ. ബോഡി ബിൽഡേഴ്സിൻ്റെ ഒരുപാട് ലൈറ്റ്, എ സി വെൻറ്റുകൾ, അതേപോലെ തന്നെ AC-കൾ, ഇലക്ട്രിക് AC-കൾ, ഒരുപാട് സ്റ്റാളുകൾ ഇനിയും ഒരുപാടുണ്ട്. നമുക്കൊന്നും കവർ ചെയ്യാൻ പറ്റുന്നില്ല. അത്രത്തോളം സമയപരിമിതി. ഈ 3 ദിവസം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കാമെന്നല്ലാതെ കൂടുതലായിട്ടൊന്നും എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇനി നാളത്തെ ഒരു ദിവസം കൂടി നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കിവിടെ 3 ദിവസത്തെ പരിപാടിയാണ്. നമ്മൾ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. നാളെ ഇന്ന് നമ്മളുണ്ട്. നാളെ കൂടെ കഴിഞ്ഞാൽ നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ നാളത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. നാളെ ഒരുപാട് വീഡിയോകൾ എടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ.